മാതാവ് മടിയിൽ ചേർത്തുവച്ച് പുത്രന്റെ പൂമേനി പുൽകുകയായി അർപ്പണം പൂർത്തിയായി. പാപിയെ കൈക്കൊണ്ടു സ്വർഗത്തിനേകുന്ന ദൈവത്തെ നാം അറിഞ്ഞു. ശിക്ഷാവിധിയുണ്ട്, സുതനായ ദൈവത്തെ വേണ്ടെന്ന നിലപാടു നിന്റെ ശിക്ഷ. ശിക്ഷാവിധിയുണ്ട്, സുതനായ ദൈവത്തെ വേണ്ടെന്ന നിലപാടു നിന്റെ ശിക്ഷ. യേശുവാം ജീവനെ തള്ളിക്കളഞ്ഞാലും അവൻ നിന്നെ തള്ളാതെ വഴി നോക്കി നിൽക്കും. യേശുവാം ജീവനെ തള്ളിക്കളഞ്ഞാലും അവൻ നിന്നെ തള്ളാതെ വഴി നോക്കി നിൽക്കും. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. പതിമൂന്നാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എന്റെ മകനെ പരിഹസിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ജനക്കൂട്ടം പിരിഞ്ഞുപോയി. ആക്രോശങ്ങൾ അവസാനിച്ചു. ഈശോയുടെ കുരിശിൻ കീഴിൽ നിന്നുകൊണ്ട് ജീവനറ്റ നമ്മുടെ രക്ഷകന്റെ എൻ്റെ മകന്റെ മൃതദേഹത്തിലേക്ക് ഞാൻ നോക്കി. ഏതാനും പേർ ചേർന്ന് ഈശോയുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി എൻ്റെ മടിയിൽ കിടത്തി. അത്യഗാധമായ ദുഃഖം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. എൻ്റെ മകന്റെ ജീവിതം വളരെ ക്രൂരമായി അവസാനിച്ചെങ്കിലും അത് നമുക്കെല്ലാം നിത്യജീവൻ പ്രദാനം ചെയ്യുമല്ലോ എന്നോർത്തപ്പോൾ എന്നിൽ ആഴമായ ഒരു ആനന്ദവും അനുഭവപ്പെട്ടു. ഇത് പിതാവിൻ്റെ ഹിതമാണെന്ന് എനിക്കറിയാമായിരുന്നു. നിറഞ്ഞ കണ്ണീരോടെ, വിങ്ങുന്ന ഹൃദയത്തോടെ ഞാൻ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവായ ഈശോയെ, അങ്ങേ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങൾക്ക് അറുതിയായി. എന്നാൽ അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ അങ്ങയെ പീഡിപ്പിക്കുകയാണല്ലോ. എൻ്റെ പാപങ്ങളാണല്ലോ അങ്ങേ വ്യാകുലം നിറഞ്ഞ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും കാരണം. എൻ്റെ പാപങ്ങളെ ഓർത്ത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഈശോയെ, അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ അമ്മയുടെയും മുൻപിൽ യോഗ്യമായ ഒരു ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.